عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി ഫൈസീന ബിറല്ലാഹ്. ഭരണാധികാരിയായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് കാണാം. മഹാനവറുകൾ ബസ്രയിലെ അദ്ദേഹത്തിൻ്റെ ഗവർണർക്ക് ഒരു എഴുത്ത് നൽകുകയാണ്, സന്ദേശം കൊടുക്കുകയാണ്. താങ്കൾ 4 രാത്രികൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന മഹത്തായ രാത്രികളാണത്. റജബിലെ ആദ്യത്തെ രാത്രി, അതേപോലെ ശഅബാൻ 15-ാം രാവ്, 2 പെരുന്നാൾ രാവ്. ഭരണതലത്തിൽ തന്നെ നിർദ്ദേശമുണ്ടെന്നോ? അതേ, അള്ളാഹുൽ ഭയമുള്ള രാഷ്ട്രീയക്കാരും ഭരണക്കാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ നന്മകളിൽ എപ്പോഴും അവരുടെ മനസ്സ് ഉണ്ടാകണം, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യണം, ചെയ്യിപ്പിക്കണം എന്നാണല്ലോ. 5 രാവുകളിൽ പ്രാർത്ഥനകൾക്ക് പ്രത്യേകം ഉത്തരമുള്ളതായി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ജുമഅയുടെ രാവ്, 2 പെരുന്നാൾ രാവ്, റജബിൻ്റെ ആദ്യ രാവ്, ശഅബാൻ 15-ാം രാവ്. നാം ബറാഅത്തിൻ്റെ ധന്യതയിലേക്കാണ്. 15-ാം രാവ് പരിശുദ്ധ ഖുർആനിൽ കാണാം. സൂറത്തു ദുഖാൻ, പരിശുദ്ധ ഖുർആന്റെ അവതരണം ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ രാത്രി. ഈ രാത്രിയിലാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെടുന്നത്. ഈ രാത്രിയെക്കുറിച്ച് പണ്ഡിതന്മാർ, മുഫസ്സിരീങ്ങൾ ധാരാളം ചർച്ച ചെയ്യുന്നുണ്ട്. ഖാല ബഅ്ദുഹും ഹിയ ലൈലത്തുൽ ഖദ്ർ. ചില മുഫസ്സിറുകളുടെ അഭിപ്രായത്തിൽ, പണ്ഡിതരുടെ അഭിപ്രായത്തിൽ അത് ലൈലത്തുൽ ഖദ്ർ ആണ്. എന്നാൽ വഖാല ആഖിറൂൻ ബൽ ഹിയ ലൈലത്തുൻ നിസ്ഫി ബിൻ ശഅബാൻ, ശഅബാനിലെ 15-ാമത്തെ പകുതി രാവ് അതാണ് എന്ന അഭിപ്രായം ഉള്ളവരുമുണ്ട്. ഏതായാലും ഏതഭിപ്രായം എടുത്താലും ശഅബാൻ 15-ാം രാവ് പുണ്യങ്ങൾ നിറഞ്ഞതാണ് എന്ന് വിശുദ്ധ ഖുർആന്റെ ഈ വ്യാഖ്യാനത്തിലൂടെ കാണാം. ഒപ്പം ഹദീസുകളും പ്രമാണങ്ങളും അതിന് ധാരാളം സാക്ഷ്യമാണല്ലോ. അലി ഇബ്നു അബീ ത്വാലിബ് എന്നുള്ള ഉദ്ധരണിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15-ാം രാത്രി ആയാൽ ഫഖൂമു ലൈലഹ, രാത്രി നിങ്ങൾ ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കണമേ. വസൂമു നഹാറഹ, അതിൻ്റെ പകൽ വ്രതമനുഷ്ഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പടപ്പുകളിലേക്ക് പ്രത്യക്ഷപ്പെടുന്നതും, അതുപോലെ ആരാണ് എന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നവർ, ഞാൻ പുറത്തു തരാം. ആരാണ് ഭക്ഷണം ചോദിക്കുന്നത്, ഭക്ഷണം തരാം. പരീക്ഷണങ്ങൾ അകപ്പെട്ട് പ്രതിസന്ധിയിൽ ആരാണ്, ചോദിക്കൂ, ഞാൻ അതിൽ നിന്നെല്ലാം മോചനം നൽകാം എന്നൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സന്ദേശം നൽകുന്നതായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, പുന്നാര നബി തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ഈ രാത്രിയെ സജീവമാക്കിയിരുന്നുവെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഉദ്ധരണി കൊണ്ട് നമുക്ക് ബോധ്യമാകുന്നതല്ലേ. ശഅബാൻ 15-ന്റെ രാത്രി ആണല്ലോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായ സുജൂദ്. അങ്ങനെ ആയിഷ ബീവി എന്ത് സംഭവിച്ചു എന്ന് ധരിച്ചുപോയി എന്നൊക്കെ ഹദീസിൽ കാണാം. എന്ന് മാത്രമല്ല, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കൽ ആയിഷ ബീവി കാണാതെയായി. അങ്ങനെ നബി തങ്ങളെ അന്വേഷിച്ച് ചെന്നപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഖീയിലായിരുന്നു. അതെ, അവിടെ പ്രാർത്ഥനയിലായിരുന്നു അല്ലാഹുവിൻ്റെ മുന്നിൽ. എന്നിട്ട് ആ രാത്രിയുടെ പ്രാധാന്യമൊക്കെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ ബോധ്യപ്പെടുത്തുകയാണ്. ശഅബാന്റെ 15-ാം രാവ് ബറാഅത്ത് എന്ന് പറയപ്പെടുന്നു. വേറെയും പല പേരുകളുണ്ട്. മോചനത്തിൻ്റെ രാവ് എന്നാണ്. അള്ളാഹു മോചനം നൽകുകയാണ്. അന്ന് ഇബാദത്തുകൾ, ആരാധനകൾ, പ്രാർത്ഥനകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ, ഇതെല്ലാം കൊണ്ട് സജീവമായി തീരണം. പ്രത്യേകമായിരിക്കുന്ന ചില ഇബാദത്ത് എന്ന് പറയുന്നത്, പൂർവികന്മാരായ മഹാന്മാർ ഇശാൻ്റെ ഇടയിൽ 3 യാസീൻ ഓതുന്ന പതിവുണ്ട്. നമ്മളും എല്ലാവരും അത് ചെയ്തു വരികയാണ്. പണ്ഡിതനായ സൂഫിവര്യനായ അല്ലമ മുർത്തള സബീത്തി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബറാഅത്ത് രാവിനെ ആരാധനകൾ കൊണ്ട് സജീവമാക്കാൻ എന്നത് മുൻഗാമികളുടെ മാതൃകയാണ്.
അന്ന് യാസീൻ സൂറത്ത് പാരായണം ചെയ്യുകയും ദുആകൾ നടത്തുകയും വേണം. ഒന്നാമത്തെ യാസീൻ ഓതി ആയുസ് ബർക്കത്ത് അള്ളാഹുവിനോട് ചോദിക്കണം. അതെ, ആയുസ്സിൽ ബർക്കത്ത്. രണ്ടാമത്തെ യാസീൻ അതിൻ്റെ ഒരു ലക്ഷ്യം ഉപജീവന മാർഗം, നമ്മുടെ ഭക്ഷണ മാർഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ ബർക്കത്ത്. മൂന്നാമത്തെ യാസീൻ ജീവിതാന്ത്യം നന്നാകണം. അതെ, അവസാനം ഹുസ്നുൽ ഖാത്തിമത്ത്, അന്ത്യം നന്നായി മരിക്കുക. ഇതൊക്കെയാണല്ലോ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. അപ്പോൾ ഈ 3 യാസീൻ ആ ലക്ഷ്യം വെക്കുന്നു എന്നാണ് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ദിമ്യാത്തി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. യാസീൻ മഹാനവറുകൾ അല്പോഴും കൂട്ടിപ്പറയുകയാണ്, യാസീൻ പാരായണത്തിടയിൽ മറ്റു കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. എന്നിട്ട് യാസീൻ്റെ ലക്ഷ്യവും അവിടുന്ന് വിവരിക്കുന്നുണ്ട്. സർവശക്തനായ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ ധാരാളമായി ചൊരിയുന്ന, ഇറങ്ങി വരുന്ന ഈ 15-ാം രാവ് അത്ര ചെറുതല്ല, അത്ര നിസ്സാരമല്ല, വളരെ നിസ്സാരമായി കാണേണ്ടതല്ല. ഇങ്ങനത്തെ ഒരുപാട് പുണ്യരാവുകളൊക്കെ സർവശക്തനായ അള്ളാഹു നമുക്ക് രാവുകളായും പകലായും അല്ലെങ്കിൽ നിമിഷങ്ങളായും ഒക്കെ നമുക്ക് തന്നിട്ടുള്ളത് നാം ജഗന്നിയന്താവായ അള്ളാഹുവിലേക്ക് കൂടുതൽ കർമ്മങ്ങളെ കൊണ്ട്, ആരാധനകളെ കൊണ്ട് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പഴാക്കുകയല്ല, അതിൻ്റെ ഗൗരവങ്ങൾ ഉൾക്കൊള്ളണം. സൂറത്തു ദുഖാൻ രാത്രി സമയങ്ങളിൽ ഓതുന്നതിൻ്റെ പ്രാധാന്യം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേ സമയത്ത് ഈ സൂറത്തു ദുഖാനിൽ ഈ രാവിൻ്റെ പരാമർശമുള്ളതുണ്ട്. ബറാഅത്ത് രാവിൽ അത് പ്രത്യേകമായി ഓതുന്നതും പഴമക്കാരുടെയൊക്കെ പതിവാണല്ലോ. അപ്പോൾ അതുകൂടി നമുക്ക് ശ്രദ്ധയിലുണ്ടാകാം. അതേപോലെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശത്തിൽപ്പെട്ടതാണല്ലോ പകൽ നോമ്പ് നോക്കുക, ശഅബാൻ 15-ൻ്റെ അന്ന് വ്രതം എടുക്കുക, ആ സുന്നത്ത് കൂടി ചെയ്യുക. ശഅബാൻ തന്നെ വ്രതങ്ങളെ കൊണ്ട് ധാരാളം സജീവമാക്കുന്ന മുഅ്മിനീങ്ങൾ ഒട്ടേറെയാണ്. ഏതായാലും വരുന്ന ഈ നിമിഷങ്ങൾ വളരെ വിലപ്പെട്ടതാണ്, വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. മുൻഗാമികളെല്ലാം ആരാധനകൾ കൊണ്ട് സജീവമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഖീൽ ചെന്നുകൊണ്ട് ബഖീലുള്ളവർക്കും ദുആ ചെയ്തു എന്നൊക്കെ പ്രമാണങ്ങൾ കാണാൻ കഴിയുന്നുവെങ്കിൽ അത് ആ പഴമക്കാരുടെ പതിവാണല്ലോ. നമ്മുടെ മരണപ്പെട്ട ബന്ധുക്കളെയൊക്കെ പ്രത്യേകം നാം ഓർക്കുന്നു, അനുസ്മരിക്കുന്നു. അവർക്ക് വേണ്ടി ഈ പുണ്യരാവിലൊക്കെ ദുആ ചെയ്യുന്നു. ഖബറിടങ്ങളിൽ പോയി സലാം പറയുന്നവരും അവിടെ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നവരും ഒക്കെയുണ്ട്. ഫത്താവൽ കുബരയുടെ ഒരു ഉദ്ധരണിയിലെ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. വൽഹാസിലു അന്ന ലിഹാദിഹി ലൈലത്തി ഫളല വഅന്നഹു യഖൂ ഫീഹാ മഗ്ഫിറത്തുൻ മഖ്സൂസ ഇസ്തിജാബത്തുൻ മഖ്സൂസ. നിശ്ചയം ഈ രാത്രിക്ക് വളരെ ശ്രേഷ്ഠതയുണ്ട്. അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത്, പൊറുക്കൽ ലഭിക്കുക എന്നതും അള്ളാഹുവിൽ നിന്നുള്ള ഉത്തരം ലഭിക്കുക എന്നതും ഇതിൽ സത്യമാണ്. മിൻ തമ്മ ഖാല ശാഫി റളിയല്ലാഹു അൻഹു ഇന്ന ദുആ യുസ്തജാബു ബിഹാ. ഇതുകൊണ്ടാണ് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഈ രാവിൽ ദുആക്ക് ഉത്തരം ലഭ്യമാണ് എന്നത്. അതെ, കർമ്മങ്ങളാൽ, ദുആകളാൽ, ദിക്റുകളാൽ, നിസ്കാരങ്ങളാൽ, മറ്റു ആരാധനകളാൽ ഈ പുണ്യരാവിനെ സജീവമാക്കുന്ന വിശ്വാസികൾ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ